സ്ലീഹ നാലാം ബുധൻ. വിശുദ്ധ സുവിശേഷം 14 22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. യേശു കടലിന്റെ മീതെ നടക്കുന്നു. മർക്കോസ് സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുതമാണിത്. ഗനേസറത്ത് ദേശത്ത് നിന്ന് ലെഗിയോൻ കൂട്ടത്തെ ഒഴിപ്പിക്കുന്നതിനാണ് യേശുവിന്റെ യാത്ര. അത് തടസ്സപ്പെടുത്തുവാൻ ആ ദുഷ്ടാരൂപികൾ പൊട്ടിപ്പുറപ്പെടുവിച്ച ഒരു ആക്രമണമാണ് ഈ കൊടുങ്കാറ്റ്. 5 അപ്പം 5000 ആക്കി വർദ്ധിപ്പിച്ചതിന്റെ തുടർച്ചയായാണ് ആർത്തിരമ്പുന്ന കടലിന്റെ മീതെ നടക്കുന്ന ഈ അത്ഭുതം. പ്രകൃതി നിയമങ്ങളും ഗുരുത്വാകർഷണവുമൊക്കെ തനിക്ക് അതീതമാണെന്ന പ്രഖ്യാപനമാണിത്. കടലിന്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ഭൂതമാണെന്ന ശിഷ്യർ കരുതിയത്. എന്നാൽ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഞാനാകുന്നു എന്ന മോശയ്ക്ക് നൽകിയ ഉത്തരത്തിന്റെ ആവർത്തനമാണിത്. പുറപ്പാട് 3:14. താൻ ദൈവമാണ് എന്ന പ്രഖ്യാപനം. അതുവരെ മൂടുപടത്തിന് പുറകിൽ മറഞ്ഞിരുന്നവൻ മനുഷ്യനെ തേടി ഭൂമിയിൽ അവതരിച്ചതാണ് യേശു. ഇന്ന് അവൻ നമ്മുടെ ഇടയിൽ അപ്പത്തിന്റെ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളുടെയും ലക്ഷ്യം അപ്പത്തിന്റെ രൂപത്തിൽ നമുക്കിടയിലേക്ക് കടന്നുവന്ന വിശുദ്ധ കുർബാനയിലേക്കുള്ള ചൂണ്ടുപലകയാണ്.